മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്തായാലും അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട സംഭവമാണ്. ചിലവർക്കുണ്ട്. അഗെയിൻ എന്റെ സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി പറയാം. മുൻപ് പേടിച്ചിട്ട് ചെയ്യാതിരുന്ന എന്തെങ്കിലും ഒരു കാര്യം പറ. എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്കത് പേടിയാണ് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന എന്തെങ്കിലും കാര്യം. അതിനാദിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നാളെ അത് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ്. അതിനാതെ പറയേ. റിസ്മിക്കുണ്ടോ എനിക്ക് പേടിയാണ് ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നത്? ഇല്ല. ഇല്ല. ഓക്കെ, ഗുഡ്. ആദിനാദിനോ? അല്ല, എനിക്ക് ഒരു പ്രാവിനെ വാങ്ങിച്ചു തന്നപ്പോ പ്രാവിനെ പിടിക്കാൻ ആദ്യം ചെറുതായിട്ടൊന്ന് പേടിയുണ്ടായിരുന്നു. ആ, പ്രാവിനെ പിടിക്കാൻ പേടിയുണ്ടായിരുന്നു. പിന്നീട് അത് ശരിയായോ? പ്രാവിനെ പിടിച്ചോ? അപ്പോ പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോ അച്ഛൻ തന്നെ പറഞ്ഞു ഞാൻ പിടിച്ചു. ആ, വെരി ഗുഡ്. അപ്പൊ ആ മൈൻഡ് സെറ്റ് ആണ് പ്രാവിനെ എനിക്ക് പിടിക്കണം എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് അത് പിടിക്കാൻ പറ്റും എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അതിനാഥ് അത് പിടിക്കാൻ തുടങ്ങിയത്. ഇനി ഒരാളും കൂടി വന്നിട്ടുണ്ട്, അനുഗ്രഹ അല്ലെ? ഓക്കെ, അനുഗ്രഹ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഗുഡ്. അനുഗ്രഹിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ മൈൻഡ് ഭയങ്കര ഡൾ ആയിരിക്കുന്ന എന്തെങ്കിലും? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ സ്റ്റോറി പറയാം. നിങ്ങൾക്ക് എന്താണ് ഐഡിയ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാന് വണ്ടർലയില് ട്രിപ്പ് പോയിട്ടുണ്ട്, ഒരുപാട് തവണ പോയിട്ടുണ്ട്. വെറുതെ വണ്ടർല കേട്ടിട്ടില്ലേ? വണ്ടർല, സിൽവർ സ്റ്റോം, വാട്ടർ തീം പാർക്ക്. അവിടെ ട്രിപ്പ് പോകുമ്പോൾ ഈ വണ്ടർലയിലൊക്കെ 1500 1600 രൂപ എങ്ങനെയാണ് ടിക്കറ്റിന്റെ പൈസ. എന്റെ ടിക്കറ്റിന്റെ പൈസ ഞാൻ അവർക്ക് വെറുതെ കൊടുക്കുന്നതാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ റൈഡിൽ ഞാൻ കയറില്ല. കാരണം എനിക്ക് പേടിയാണ്. പക്ഷെ പിന്നീട് എനിക്കത് മനസ്സിലായി, ഞാൻ എല്ലാത്തിൽ നിന്നും എന്താണ് എന്റെ മൈൻഡ് സെറ്റ് കാരണം ഞാൻ അല്ലെങ്കിൽ ഞാൻ ആസ്വദിക്കേണ്ട പല കാര്യങ്ങളും ഞാൻ വേണ്ട 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 എന്ന് വെച്ചിട്ട് പിന്നോട്ടേക്ക് വരാണ്. എന്നിട്ട് ഒരു ദിവസം വൺ ഡേ എന്റെ മൈൻഡിനോട് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഞാൻ സെറ്റ് ആക്കിയത്, ബ്രെയിനെ ഇത് നമ്മൾ നടത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത് ഫ്രീ ഫ്രീ ഫോളിങ്, അതായത് നല്ല ഹൈറ്റിൽ നിന്ന് ചുമ്മാ ചാടാം, ഫ്രീ ഫോളിങ് ചെയ്തു. നീന്തൽ പഠിക്കാൻ പോയി. നല്ലപോലെ ഇപ്പൊ നീന്തും. ഈ വാട്ടർ തീം പാർക്സിലെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൈഡിലെല്ലാം കയറും. അപ്പൊ അവിടെ എന്തായിരുന്നു പ്രശ്നം? എന്റെ മൈൻഡ് സെറ്റ് ആയിരുന്നില്ല. പലർക്കും വണ്ടി ഓടിക്കാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചാൽ മതി. അത് ഞാൻ ഇപ്പോഴേ പറയാണ്. മിസ്സ് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത മിസ്സ് പറഞ്ഞു വണ്ടി ഓടിക്കണം എന്ന്. ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഓക്കെ, 18 വയസ്സ് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചിലവർക്കും പേടി ഉണ്ടായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വളരെയധികം പേടിക്കുന്നവരായിരിക്കും. ആ പേടി എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് ശരിക്കും. ആ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തും. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും, നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത, കംഫർട്ട് സോണിൽ എപ്പോഴും തുടരാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആഗ്രഹം. അതിനകത്ത് നീന്താൻ അറിയോ? ഇല്ല. ഇല്ല. ആഗ്രഹം ഇല്ലേ നീന്തണമെന്ന്? ഇപ്പൊ നാളെ തന്നെ പോയിട്ട് വെള്ളത്തിൽ ചാടരുത്. മിസ് പറഞ്ഞു വെള്ളത്തിൽ ആഗ്രഹമുണ്ട്. സൈക്കിൾ ചവിട്ടാൻ. എന്താണ് റിസ്മിയ സൈക്കിൾ ചവിട്ടാൻ ഇതുവരെ ചവിട്ടാൻ പറ്റാത്തതിന്റെ റീസൺ പേടിച്ചിട്ടാണോ? ആ, അപ്പൊ നാളെ തൊട്ട് ഉപ്പനോടും ഉമ്മോടും പറയാ, സൈക്കിള് എനിക്ക് ചവിട്ടാൻ ആഗ്രഹമുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യണം. അവരോട് ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കണം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റരുത്. നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ ഒറ്റയ്ക്ക് പോയി ഒന്നും ചെയ്യരുത്. ഉപ്പനോടും ഉമ്മോടും അല്ലെങ്കിൽ അച്ഛനോടും അമ്മോടും പോയി ഹെൽപ്പ് ചോദിക്കുക. ഹെൽപ്പ് ചോദിച്ചിട്ട് അവരെ ഹെൽപ്പോട് കൂടിയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോ വിത്തിൻ 1 മന്തിനുള്ളിൽ റിസ്മിയ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിരിക്കണം. നമ്മൾ അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും, ഇപ്പൊ റിസ്മിയ വലുതാവുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ ഗൈനക്കോളജിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കണം. ചെയ്തു തീർക്കാൻ മീൻസ് അതിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യണം. ആ അച്ചീവ് ചെയ്ത് വലിയ ഗോളാണ് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ എത്തിയിരിക്കണം.